ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആ ഫൺസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇതൊരു വ്ളോഗും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, കുറച്ച് കാര്യങ്ങൾ നിങ്ങളടുത്ത് സംസാരിക്കണം എന്ന് വിചാരിച്ചു. അപ്പം ഇതൊരു ചെറിയ രീതിയിലൊരു റിയാക്ഷൻ വീഡിയോ ആണ്. ഇത് നമ്മൾ ഏറ്റവും ഇതിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മുടെ കുറേ യൂട്യൂബേഴ്സ്, അത്യാവശ്യം നല്ല ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബേഴ്സ് കുറേ ആപ്പുകൾ, വീഡിയോ ഗെയിംസുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഇതിനെതിരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ആൾക്കാരുടെ അക്കൗണ്ടൊക്കെ ബാൻ ചെയ്തതായിട്ടൊക്കെ നമ്മൾ അറിഞ്ഞൂല്ലേ. അപ്പം അതെന്ന് വെച്ചാൽ കുറേ ഗെയിംസിൻ്റെ ഇതാണ്. കുറേ അതൊക്കെ ഭയങ്കര തട്ടിപ്പുള്ള ഗെയിംസും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് കുറേ ഫിനാൻഷ്യലി പ്രോബ്ലംസ് വരും. അങ്ങനെ കുറേ സൂസൈഡും കാര്യങ്ങളൊക്കെ നടന്നിട്ടുള്ളതാണ്. അപ്പം ഇപ്പം ഈ ഫോളോവേഴ്സ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പം ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഫോളോവേഴ്സ് അവരിനെ അന്ധമായി വിശ്വസിച്ചിട്ട് അവർ പറയുന്നത് പോലെ ഇതിൽ ക്യാഷ് കിട്ടുന്നൊക്കെ കരുതിയിട്ടാണ് ഈ ആപ്പുകളൊക്കെ അവർ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ക്യാഷൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു തരത്തിൽ നോക്കുമ്പോൾ ഈ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു പൊട്ടത്തരം തന്നെയാണ്. പക്ഷേ അത് ഈ ഇതിൽ കൂടുതലും പങ്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഇതല്ല കേട്ടോ ശരിക്കത്തെ ടോപ്പിക് എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട് ആപ്പ് എന്ന് പറയുന്ന ആപ്പാണ് കേട്ടോ അപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇത് കൂടുതലും നമ്മുടെ ബ്യൂട്ടി വ്ളോഗേഴ്സ്, അതുപോലെ തന്നെ കൂടുതലും ലേഡീസ് ആണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഗേൾസിന് കുറേ അധികം ക്യാഷ് കിട്ടും, അതുപോലെ തന്നെ ഗിഫ്റ്റ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. ഇതിൻ്റെ സത്യമായിട്ടുള്ള ഒരു വീഡിയോ ഇറ്റ്സ് മീ ഗൈസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബർ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോ കണ്ടിട്ടാണ് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും നമുക്കും പറയണമെന്ന് തോന്നിയത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കുട്ടികളൊക്കെ വളർന്നു വരുന്നുണ്ട്. അപ്പം അവർക്ക് എന്താണ് അവരുടെ ആ ഒരു ഭാവി നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ആപ്പൊക്കെ വരുന്നത്. അപ്പം അതിനെതിരെ എന്തെങ്കിലും ഒന്ന് സംസാരിക്കണം എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇത്. അപ്പം ഈ ഏതൊക്കെ യൂട്യൂബേഴ്സ് ആണ് ഇത് പറയണതെന്ന് വെച്ചാൽ അതിന് ഞാൻ പേരെടുത്ത് പറയണമെന്നില്ല, നിങ്ങൾ തന്നെ കുറേ കണ്ടിട്ടുണ്ടാവും. അപ്പം അതിലവർ പറയണത് എന്താണെന്ന് വെച്ചാൽ ഗേൾസിന് ഇഷ്ടം പോലെ ക്യാഷ് സമ്പാദിക്കാം, പിന്നെ ഇതിൽ റോസ് എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ കിട്ടും. അത് നമുക്ക് ക്യാഷ് ആയിട്ട് നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് അപ്പം തന്നെ പേയ്മെൻറ്റ് ട്രാൻസ്ഫർ ചെയ്യാമെന്നൊക്കെയാണ് പറയുന്നത്. അത് സംഭവം ശരിയൊക്കെയാണ് കേട്ടോ. ഇതിൽ നമുക്ക് ഗേൾസിന് അധികം ക്യാഷ് ഇതിന്ന് കിട്ടും, പക്ഷെ ബോയ്സിൻ്റെ ക്യാഷ് ഇതിന്ന് പോവുകയും ചെയ്യണം കേട്ടോ. ബോയ്സ് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ഗേൾസിന് ഇത് ക്യാഷ് എടുക്കുകയും ചെയ്യാം. അങ്ങനത്തെ ഒരു സംഭവമാണ്. ഇപ്പം പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബോയ്സും ഗേൾസും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് വോയിസ് റെക്കഗ്നൈസേഷനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം അതിലെന്ന് വെച്ചാൽ നമ്മൾ ഇത് വെരിഫൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വോയിസ് കൊടുക്കണം. അപ്പോൾ അവർ ഗേൾസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട, ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പം ഇതിൽ നമുക്ക് വീഡിയോ കോൾ ഉണ്ട്, ഓഡിയോ കോൾ ഉണ്ട്, അങ്ങനെ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇതിലെന്ന് വെച്ചാൽ നമുക്കറിയാത്ത ഏതോ ഒരു സ്ഥലത്ത് നിന്ന് ആർക്കെങ്കിലൊക്കെ വിളിക്കും, നമുക്ക് അവരോട് ഫ്രണ്ട്സ് ആവാം, ചാറ്റ് ചെയ്യാം, പിന്നെ അങ്ങനെ ഓരോന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലെന്ന് വെച്ചാൽ ഓഡിയോ കോൾ ആകുമ്പോൾ കുറച്ച് കാശും വീഡിയോ കോൾ ആകുമ്പോൾ ഗേൾസിന് അധികം കുറച്ചും കൂടി കൂടുതൽ ക്യാഷും കിട്ടുന്ന ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പം ഇത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരം വേണ്ടാത്ത ഒരു ചാറ്റ്, അങ്ങനെയൊക്കെ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് പറ്റിയ ഒരു ചാറ്റാണ് കേട്ടോ, ആപ്പാണ്. അപ്പം അങ്ങനെയൊക്കെ ചാറ്റ് ചെയ്യണമെന്ന് താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഈ ഒരു ആപ്പ് കുഴപ്പമില്ല, നല്ലതാണ്. പക്ഷേ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇതിൻ്റെ ഒരു എന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ടുള്ള ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ ദോഷവും എല്ലാതും പറഞ്ഞിട്ടാണ് ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നത് വെച്ചാൽ കുഴപ്പമില്ല, നമുക്ക് ആൾക്കാർക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ ഒരു ദോഷവും പറയുന്നില്ല കേട്ടോ. ഇത് നല്ല ആപ്പാണ്, നമുക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടും, അങ്ങനെ എങ്ങനെയാണെന്നൊക്കെയാണ് പറയുന്നത്. സംഭവം നമുക്ക് ഫ്രണ്ട്സിനൊക്കെ കിട്ടും, വേണ്ടാത്ത കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ ബോയ്സിൻ്റെ കുറേ ക്യാഷ് പോവും, ഗേൾസിന് കുറേ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം അതാണ് ഇതിലുണ്ടാവുന്നത്. പക്ക ഒരു തട്ടിപ്പുള്ള ഒരു ആപ്പാണ് കേട്ടോ. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ വളർന്നു വരികയാണ്, അവരൊക്കെ ഇതൊക്കെ കണ്ടിട്ടാണ് വളർന്നു വരുന്നത്. അപ്പം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ബാൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്കെതിരെ എന്തെങ്കിലും ഒരു ഇത് വേണം. അപ്പം അതിനെതിരെ ഞാനൊന്ന് സംസാരിച്ചതാണ് കേട്ടോ. പിന്നെ
ഈ ഒരു ആപ്പ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ എന്താണ് അഡ്വാൻറ്റേജ് ഉണ്ടോ ഡിസഡ്വാൻറ്റേജ് ഉണ്ടോ എന്നൊക്കെ ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുടെ വീഡിയോസും അവർ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു ആപ്പ് ഡൗൺലോഡൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് അതിന് തീരെ താല്പര്യമില്ല. അപ്പോൾ എന്ത് കാര്യം പ്രൊമോട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ചെയ്യുന്നവർ അത് നമ്മളൊരു ജോബായിട്ടാണല്ലോ കണക്കാക്കുന്നത്. നിങ്ങൾ അത്യാവശ്യം ക്യാഷ് മേടിച്ചിട്ടാണല്ലോ ഇത് പ്രൊമോഷനൊക്കെ നടത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോളോവേഴ്സിനെ പറ്റിക്കാണ്ട് അതിൻ്റെ നല്ല കാര്യങ്ങളും പറയുക, അതുപോലെ തന്നെ ചീത്ത കാര്യങ്ങളും പറയുക. അതിനുശേഷം നിങ്ങളത് പ്രൊമോഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർ തീരുമാനിക്കട്ടെ. അത് കാരണം നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നും അത് നല്ലതും ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും അവർ അത് ഓക്കെ നമുക്കിത് ആപ്റ്റ് ആണെന്ന് കരുതിയിട്ട് അവർ ഡൗൺലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. പക്ഷേ ഇത് ഇത്രയും വലിയൊരു ചതിക്കുഴി ഉണ്ടായിട്ടും അതിൻ്റെ ചീത്തവശങ്ങളൊന്നും പറയാണ്ട് ഈ ആപ്പിനെ കുറിച്ചിട്ട് നല്ലത് മാത്രം പറഞ്ഞ് മറ്റുള്ളവരുടെ ഉള്ളിലേക്ക് ക്യാഷ് കിട്ടും എന്നുള്ളത് മാത്രമാണ് ഇവർ ഇതിലേക്ക് അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഗേൾസിനായിക്കോട്ടെ, നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ കാര്യങ്ങൾ നടത്താനൊക്കെ നമുക്കിപ്പോൾ യൂട്യൂബ് തന്നെ നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ വീഡിയോസൊക്കെ ഇട്ടാൽ നല്ല റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും. അങ്ങനെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനത്തെ ആപ്പിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക ഇരയാവാണ്ടിരിക്കാൻ പരമാവധി എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ഒരു ചെറിയൊരു എൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ആണ്. നമുക്ക് റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടൊന്നും ശീലമില്ല. അപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്ക് ചെയ്യട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു ആപ്പിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ടോ എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് അറിയിക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് എനേബിൾ ആക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ, പെണ്ണുങ്ങൾ തന്നെയാണ് കേട്ടോ പെണ്ണുങ്ങളെ കൂടുതലും ചതിക്കുഴിയിലേക്ക് തള്ളി വിടുന്നത്. കാരണം ഈ ഒരു ആപ്പ് കൂടുതലായിട്ടും പ്രൊമോഷൻ ചെയ്തിരിക്കുന്നത് ലേഡീസ് തന്നെയാണ്. അവർ പറയുന്നത് പെൺകുട്ടികൾക്ക് ഇഷ്ടംപോലെ ക്യാഷ് സമ്പാദിക്കാം, അങ്ങനെ പറഞ്ഞിട്ട് പെൺകുട്ടികളെ കൂടുതലായിട്ട് വശീകരിക്കാനായിട്ട് ശ്രമിച്ച പോലെ എനിക്ക് തോന്നി കേട്ടോ. അപ്പം നിങ്ങൾക്കും അതുപോലെ തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ.